ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ ഡിസൈൻ ഒരു ബിഗിനേഴ്സ് സ്പെഷ്യൽ ഡിസൈനാണ് കേട്ടോ. അതായത് നമുക്ക് ബിഗിനേഴ്സിന് വരയ്ക്കാനൊന്നും അറിയില്ല എന്ന് ഒരുപാട് കമൻസ്, അതായത് ഒത്തിരി പേര് ഇങ്ങനെ കമൻസായിട്ട് അറിയിക്കുന്നുണ്ട് എനിക്ക് വരയ്ക്കാൻ അറിയില്ലെന്ന്. അതായത് നമ്മൾ ഒരുപാട് പാറ്റേൺസ് ഇങ്ങനെ വരച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ പാറ്റേൺ ഡിസൈൻ ചെയ്യാനായിട്ടും അതായത് വരയ്ക്കാനും അറിയില്ലെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നൊരു വർക്കാണിത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് കുർത്തിയുടെ യോക്കിലേക്ക് ഇതേപോലെ ഒന്ന് ഫ്ലവർ പോലെ വരച്ചു കൊടുക്കാം. അപ്പം ഈ ഒരു ഷേപ്പിലിരിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ 5 പെറ്റൽ അതല്ലെങ്കിൽ 6 പെറ്റൽ ആ ഒരു രീതിക്ക് നമുക്ക് വരച്ചെടുത്താൽ മതിയാവും. അപ്പം ഒരുപാട് ഗ്യാപ്പ് വരികയില്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു എന്നാ പറയുന്നത്, നമ്മുടെ ആ ഒരു നെക്കിൻ്റെ താഴെ ഭാഗത്തേക്ക് ഒരു സൈഡിലായിട്ട് ഇതുപോലെ കുറച്ചേറെ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒരു താഴെ ഭാഗത്തായിട്ട് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ആ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ അത് എവിടെയൊക്കെ വരച്ച് കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് വരച്ച് കൊടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം 5 എണ്ണം വീതമുള്ളതാണ് വരച്ച് കൊടുത്തത്. ഇനി നമുക്ക് 6 പെറ്റൽ വരുന്ന രീതിയിലും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എക്സാക്റ്റ് വരയ്ക്കാൻ ഒരു സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കറക്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ റൗണ്ടിനുള്ളിൽ ഇതേപോലെ ഫ്ലവർ വരുന്ന രീതി വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു റൗണ്ടിൽ തന്നെ നമുക്ക് ആ ഒരു ഫ്ലവർ പെറ്റൽസൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സ് മാത്രമാണ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ റെഡ് കളർ ഷുഗർ ബീഡും അതുപോലെ ഗോൾഡൻ കളർ ഷുഗർ ബീഡും എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഡിസൈൻ കണ്ടതുപോലെ തന്നെ. പിന്നെ നിങ്ങൾക്ക് ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സിന് പകരം കട്ട് ബീഡ്സ് ആണെങ്കിലും എടുക്കാം. പക്ഷേ തീരെ ചെറിയ കട്ട് ബീഡ്സ് ആയിരിക്കണം കേട്ടോ. ഏകദേശം ഷുഗർ ബീഡ്സ് പോലെ ഇരിക്കുന്ന കട്ട് ബീഡ്സ് ആയിരിക്കണം നമുക്ക് എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ നോർമൽ നീഡിൽ നമ്പർ 12 എപ്പോഴും പറയാറുള്ള പോലെ അത് തന്നെയാണ് എടുത്തേക്കണേ. ഇനി നമുക്ക് ഡിസൈൻ ഒന്ന് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ചിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്ത ഷുഗർ ബീഡ് അതായത് റെഡ് കളർ തീരെ കുഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 3 ബീഡ് വെച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അത് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ചിൽ കറക്റ്റ് കൊടുത്തിരുന്ന ഒരു പാറ്റേൺ ഒന്ന് ഫോളോ ചെയ്ത് പോവുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മൾ വരച്ചേക്കുന്നതിൻ്റെ മേളിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക. ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് ഏറ്റവും നല്ല സ്റ്റിച്ച്. 2 ബീഡ് അതല്ലെങ്കിൽ 3 ബീഡ്. തീരെ കുഞ്ഞ് ഷുഗർ ബീഡാണെങ്കിൽ 3 എണ്ണം വീതം എടുക്കാം കേട്ടോ. അത് കൂടുതലായി പോകരുത്. കാരണം നമുക്ക് ഇത് ഒരു റൗണ്ടിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കിട്ടാനായിട്ട് നമുക്ക് 2 3 ബീഡ് കൂടുതൽ ഒരിക്കലും എടുത്തേക്കരുത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ഔട്ട്ലയർ ഒന്ന് ആദ്യമേ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് 2 3 ബീഡ് വെച്ച് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇതിന് പുറത്തേക്ക് നമുക്ക് വരുന്നത് ഓരോ ബീഡ് വെച്ച് മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മളിത് ഗ്യാപ്പിട്ട് അതായത് മുത്തിങ്ങനെ ചുമ്മാ വെതറിയാൽ എങ്ങനെ ഇരിക്കും അതേപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് മുത്തിങ്ങനെ ചുമ്മാ ഇട്ടേ കിടക്കുന്ന പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്നത് നിങ്ങൾ പുറത്തേക്ക്, അതായത് നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ പുറത്തേക്ക് ഒരു 3 ലെയറുകളായിട്ട് ഇതൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ഇതുപോലെ ചുമ്മാ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിൻ്റെ പുറത്തേക്ക് അടുത്ത ലെയർ ചെയ്യുമ്പം 2 ബീഡിൻ്റെ സെൻട്രലായിട്ട് നിൽക്കുന്ന പോലെ അതിൻ്റെ തൊട്ട് മേളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാനായി കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതായത് ഔട്ട്ലുക്ക് കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ കൂടുതലും ഈ ഒരു ബീഡ്സ് വർക്കൊക്കെ ചെയ്യുന്നതിന് കാരണം നമ്മൾ അറിയാമല്ലോ, നമ്മൾ ഒരുപാട് റെഫറൻസ് പിക്ചേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ കൂടുതലും വർക്കുകൾ ചെയ്യുന്നത്. അപ്പം കൂടുതലും എംബ്രോയ്ഡറി ഡിസൈൻസ് ഒക്കെ ബീഡ്സ് വർക്കിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് തന്നെ ചെയ്തെടുക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ സിമ്പിൾ ഡിസൈൻസ് ഒക്കെ വരുന്നത് ഈ ഒരു ബീഡ്സ് വർക്കിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ അയച്ചു തരിക. നമുക്ക് ആ രീതിയിലൊക്കെ ചെയ്ത് കാണിക്കാവുന്നതാണ് കേട്ടോ. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്, തീർച്ചയായിട്ടും ചെയ്ത് കാണിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടോ അല്ലാതെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫോട്ടോസ് കൂടി ഒന്ന് അയച്ചു തരാനായിട്ട് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു റെഡ് കളർ ഏകദേശം ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഔട്ട്ലെയറിൽ കൊടുത്തില്ലേ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഗ്യാപ്പ് കുറച്ച് അടുപ്പിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാം. ഏതാണോ നിങ്ങൾക്ക് ഭംഗിയായിട്ട് തോന്നുന്നത് ആ രീതി ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന നല്ല ഡിസൈനാണ്. പിന്നെ എന്തെല്ലാം ഡിസൈൻസ് ആണല്ലേ, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുക്കാമല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണുമ്പോഴും അല്ലെങ്കിൽ അത് ചെയ്യുമ്പോഴൊക്കെയാണ് എന്തുമാത്രം ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നത്. ഇതേപോലെ ഹാൻഡ് എംബ്രോയ്ഡറി തന്നെ ചെയ്യാൻ താല്പര്യമുള്ളവർ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കണമെന്നൊന്നുമല്ല. അപ്പം ഒന്നും അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ആ ഒരു രീതിയിലാണ് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നതും. അപ്പോൾ ഇതുപോലെ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ആദ്യമേ ഫെയർ ആയിട്ട് ചെയ്യാൻ നിൽക്കാതെ റഫായിട്ട് ചെയ്ത് തന്നെ നോക്കിയതിന് ശേഷം നിങ്ങൾ വീണ്ടും ഫെയറിലേക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ 1-2 തവണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇത് ഇങ്ങനെ ചെയ്താൽ ഭംഗിയായിരിക്കും എന്നുള്ളൊരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതി ചെയ്തെടുക്കാം. ഇത് നമ്മൾ തന്നെ
നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹാൻഡ് എംബ്രോയ്ഡറിയാണ്, എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കൈ കൊണ്ടാണ് ചെയ്യുന്നത്, അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന ഒരു ഫോട്ടോസ് അയച്ചു തരിക. അതിൻ്റെ ഫിനിഷിംഗ് ഒന്നും കിട്ടത്തില്ല, എങ്കിൽ കൂടി നിങ്ങൾ ആ ഫോട്ടോസ് അയച്ചു തരണം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കണേ. ഇതുപോലെ നമ്മൾ എത്ര ഭാഗത്തേക്കാണോ കൊടുത്തേക്കണേ അതേ രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയി. നല്ല ഈസി ആയിട്ടും ഭംഗിയായിട്ടും ചെയ്തെടുക്കാൻ പറ്റത്തില്ലേ? തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫാമിലീസിലേക്കോ ഫ്രണ്ട്സിലേക്കോ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വീഡിയോസ് കാണാനും ചെയ്യാനും താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.